ഹായ് മക്കൾസ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫെഡറലിസം. പൊളിറ്റിക്സിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ട്, അതായത് 1.7. നമ്മൾ 2 പാർട്ടായിട്ടാണല്ലോ പഠിക്കുന്നത്. ആ 1.7 ഫെഡറലിസം നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ക്വസ്റ്റ്യനും ആൻസറുകളും ഇനി എന്തൊക്കെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അതൊക്കെ നമുക്ക് പഠിച്ചാലോ. യെസ്, നമുക്കറിയാം ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ. ഇനി വലിയൊരു സമയം ഇതിനായിട്ട് മാറ്റി വെക്കാനില്ല. അതുകൊണ്ട് തന്നെ വളരെ സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ആഗ്രഹമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടോ. 7ാമത്തെ ചാപ്റ്റർ നിങ്ങൾ സെറ്റ് ആയിരിക്കും. ഒരു 10-15 മിനിറ്റ്, ഞാൻ മാക്സിമം ആണ് പറഞ്ഞത് 15 മിനിറ്റ്. യെസ്, നമ്മുടെ ഫെഡറലിസം 7ാമത്തെ ചാപ്റ്റർ ഫെഡറലിസം. ഈ ചാപ്റ്റർ ആദ്യം നമ്മൾ നോക്കാനുള്ളത്, ആദ്യം മനസ്സിലാക്കുക എന്താണ് ഈ ഫെഡറലിസം. ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ്, അതായത് കേന്ദ്ര ഗവൺമെന്റും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്, ഇപ്പൊ കേരള ആവട്ടെ തമിഴ്നാട്ടാവട്ടെ, ഇവ തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഉടമ്പടിയാണ് എന്തെന്ന് പറഞ്ഞത് ഫെഡറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ അത് കടമെടുക്കുന്നത്. ഓക്കെ ആണല്ലോ, അതതിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ബേസിക് ഫീച്ചേഴ്സ് ആണ് പറയുന്നത്, അതായത് ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഒന്നാമത്താണ് ഡ്യുവൽ ഗവൺമെന്റ് ആണ്. ഒന്നാമത്തത് ദ്വിഭരണ സംവിധാനം, അതായത് ഒരു കേന്ദ്രമുണ്ട് നമുക്ക്, അതേപോലെ തന്നെ എന്തുണ്ട്, ഒരു സംസ്ഥാന സർക്കാരുണ്ട്. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് പവർ, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു സംഭവം ഡിവിഷൻ ഓഫ് പവർ അല്ലെങ്കിൽ അധികാര വിഭജനം എന്ന് പറയും, അല്ലെങ്കിൽ അധികാര വിഭജനം എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കണം. അധികാര വിഭജനം. ഓക്കെ, ഡിവിഷൻ ഓഫ് പവർ. പിന്നെ അതുപോലെ തന്നെ, അതായത് എന്താണ്, ഓരോ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ കേന്ദ്രത്തിനും, പിന്നെ ഇവ രണ്ടും കൂടി നോക്കുന്ന കുറെ അധികാരങ്ങൾ, ഒരുപാട് പവറുകളുണ്ട്. പിന്നെ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, സ്വതന്ത്ര ജുഡീഷ്യറി എന്ന് പറയും. എന്തായിരുന്നു? സ്വതന്ത്ര ജുഡീഷ്യറി. പിന്നെ സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ പരമാധികാരം എന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഫെഡറലിസത്തിന്റെ സവിശേഷത എന്ന് ക്ലിയർ ആണല്ലോ. ഇനി ഡ്യുവൽ ഗവൺമെന്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, 2 ഗവൺമെന്റ് ഉണ്ടാവും, ഒരു കേന്ദ്രവും ഉണ്ടായിരിക്കും, ഒരു സംസ്ഥാനം ഉണ്ടായിരിക്കും. അതായത് മെയിൻ പ്രൈം മിനിസ്റ്റർ, മുഖ്യമന്ത്രി എന്ന് പറയില്ല, അതേപോലെ തന്നെ. ഇനി ഡിവിഷൻ ഓഫ് പവേഴ്സ് പറയുന്നതിന് മുമ്പേ തന്നെ മക്കളെ, നമ്മുടെ ഇതിന്റെ നോട്ട്സ്, മൈക്രോ ബിറ്റുകൾ, ആ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. നമ്മുടെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റിയാണ്, ക്രിസ്മസ് എക്സാമിന് വേണ്ടി മാത്രം ഇറക്കിയ നമ്മുടെ സ്പെഷ്യൽ സ്റ്റഡി ഗ്രൂപ്പാണ്. ഇതിൽ ഡെയിലി പ്ലാനുകൾ കിട്ടും, നോട്ട്സുകൾ ഫ്രീ ആയിട്ട് കിട്ടും, മൈക്രോ ബിറ്റുകൾ ഫ്രീ ആയിട്ട് കിട്ടും, ലൈവ് ലിങ്കുകൾ കിട്ടും. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ലൈവ് ലിങ്ക് ഒക്കെ തുടങ്ങാൻ പോകല്ലേ, ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട, 1 രൂപ ചിലവാക്കണ്ട. നിങ്ങൾ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ +1 സ്റ്റഡി ഗ്രൂപ്പിലേക്ക് കയറാൻ പറ്റും. അപ്പൊ നിങ്ങൾ മറക്കരുത്, അതിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ 3 ലിസ്റ്റുകളാണുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാതെ ഒരു എക്സാമിനും പോകരുത്. ക്രിസ്മസ് എക്സാം എന്ന് മാത്രമല്ല, നിങ്ങൾ എവിടെയും പോകരുത്. നമ്മുടെ ഈ മെയിൻ എക്സാമിന് ഇത് പഠിക്കാതെ പോകരുത്. ഡിവിഷൻ ഓഫ് പവേഴ്സ് 3 ഡിവിഷൻ ഓഫ് പവേഴ്സ്, അതായത് അധികാര വിഭജനം. 1 യൂണിയൻ ലിസ്റ്റ്, 2 സ്റ്റേറ്റ് ലിസ്റ്റ്, 3 കൺകറന്റ് ലിസ്റ്റ്. 3 ലിസ്റ്റുകളാണ്: യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതൊക്കെ ആണല്ലോ മക്കളെ. ഇനി ഓരോ ലിസ്റ്റിനും ഓരോ കാര്യങ്ങളുണ്ട്, അവരുടെ അധികാര പരിധികളുണ്ട്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ്. ഏതെന്ന് പറഞ്ഞാൽ അവരുടെ അണ്ടറിൽ വരുന്ന അധികാരങ്ങളാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണെന്നാ പഠിച്ചു വെക്കേണ്ടത്, കാരണം ടേബിളൊക്കെ തന്നിട്ടായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ഇതേപോലത്തെ ടേബിളൊക്കെ തരും. ഇതാ, ഇതേപോലത്തെ 3 ടേബിളുകൾ തരും. എന്നിട്ട് ഇവിടെ ഇപ്പോൾ യൂണിയൻ ലിസ്റ്റ്, ഇതിവിടെ സ്റ്റേറ്റ് ലിസ്റ്റ്, ഇവിടെ കൺകറന്റ് ലിസ്റ്റ്, ഇങ്ങനെ കണ്ടോ. എന്നിട്ട് കുറച്ച് എക്സാമ്പിളുകൾ തരും. എന്നിട്ട് ഇതിൽ ക്ലാസിഫൈ ചെയ്യാൻ പറയും, തരംതിരിച്ച് എഴുതാൻ പറയും. അപ്പൊ യൂണിയൻ ലിസ്റ്റിലുള്ള ഡിഫൻസ്, പ്രതിരോധ, പട്ടാളക്കാരുടെ കാര്യങ്ങളിൽ, ബാങ്കിങ്, ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യം, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ പെടും. ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അവർ പരിപാലിക്കുന്നതാണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ്. അതിൽ പെടുന്നതാണ് അഗ്രികൾച്ചർ, കൃഷി, പോലീസ്, പബ്ലിക് ഹെൽത്ത്, അതായത് ആരോഗ്യം, ലാൻഡ്, ഭൂമി, അത് പെടും. ഇനി കൺകറന്റ് ലിസ്റ്റ്, ഇവർ രണ്ടാളും കൂടി അത് ഒരുമിച്ച് പരിപാലിക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഏതൊക്കെ? എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, ഫോറസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു സംഭവമാണ് മാരേജ് ആൻഡ് ഡിവോഴ്സ്, വിവാഹമോചനം, വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ റെസ്യൂഡിയറി പവർ, അതായത് ശേഷിക്കുന്ന പവറാണ് നമ്മുടെ സൈബർ ലോ. ഈ 3ലും അത് ബാക്കിയുള്ള സംഭവങ്ങളാണ്. അപ്പൊ അത് ക്ലിയർ ആണ്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കൊരു കോടതിയുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു കോടതി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് നമ്മുടെ ബേസിക് ഫീച്ചർ. ഇനി സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമുക്ക് കൃത്യമായിട്ടുള്ള എന്തുണ്ട്, ഭരണഘടന ഉണ്ട് ആണല്ലോ. അപ്പൊ അതും നമ്മുടെ മറ്റൊരു സംഭവമാണ്. ഇനി ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിലെ കോൺഫ്ലിക്റ്റുകൾ, സംഘർഷ അവസ്ഥകൾ എന്തൊക്കെയാണ്. അതായത് ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള സംഭവമാണല്ലോ, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും. അപ്പൊ ഇവ തമ്മിലുള്ള സംഘർഷം എന്താണ്, ഉണ്ട്. ഒന്ന്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എപ്പോഴും പ്രശ്നമായിരിക്കും. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ കേരളം ഭരിക്കുന്ന ആരാ, അത് LDF ഗവൺമെന്റ്. എന്നാൽ കേന്ദ്രം ഭരിക്കുന്ന ആരാണ്, നമ്മൾ പറയുന്ന NDA സർക്കാർ.
അപ്പൊ ഇവർ തമ്മിൽ ഒരേ പാർട്ടിയാണോ? അല്ല. അപ്പൊ ഇവർ തമ്മിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവും. പിന്നെ ഡിമാൻഡ് ഫോർ ഓട്ടോണമി. ചില സംസ്ഥാനങ്ങളൊക്കെ എന്തായിരിക്കും, ഓട്ടോണമി, ഞങ്ങൾ സ്വയം ഭരിച്ചോളാം ചില സംസ്ഥാനങ്ങൾ പറയും. എന്നിട്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോകും. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ ഗവർണർ ആൻഡ് പ്രസിഡന്റ് റൂൾ. മക്കളെ, ഗവർണർ ആരാ നിയമിക്കുക? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ആണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് അതാത് സംസ്ഥാനങ്ങൾക്ക് ഓരോ ഗവർണർ നിയമിക്കുക. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് എതിരുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഗവർണറോട് പ്രശ്നമായിരിക്കും. പിന്നെ പ്രസിഡന്റ്, രാഷ്ട്രപതി ആരുടെയാണ്? സ്വാഭാവികമായിട്ട് NDA സർക്കാർ, അതായത് കേന്ദ്ര ഗവൺമെന്റ് ആരാണോ അവിടെ ആയിരിക്കും. അപ്പോഴും അവിടെ ഒരു പ്രശ്നം വരാറുണ്ട്. പിന്നെ ഡിമാൻഡ് ഫോർ ന്യൂ സ്റ്റേറ്റ്. ചിലപ്പോൾ തെലുങ്കാന ഇങ്ങനെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായതാണ് തെലുങ്കാന. അപ്പൊ ഇതേപോലെ ന്യൂ സ്റ്റേറ്റിന് വേണ്ടിയുള്ള ഒരു പ്രശ്നം അതും ഉണ്ടായിരിക്കും. പിന്നെ ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ്, അതായത് നമ്മളെ സംസ്ഥാനങ്ങൾ അന്തർ സംസ്ഥാന സംഘർഷം ഉണ്ടാവും. സ്പെഷ്യൽ പ്രൊവിഷൻ, ഇപ്പൊ ജമ്മു കാശ്മീരിന് ഉൾപ്പെടെയുള്ള പ്രത്യേക വ്യവസ്ഥകൾ കൊടുത്തില്ലേ, അതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. അതാണ് കോൺഫ്ലിക്റ്റ് ഇൻ ദി ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ അത് ക്ലിയർ ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതൊക്കെ ഓരോ വിഭജിക്കപ്പെട്ട സംസ്ഥാനങ്ങളാണ്. ബീഹാർ, ജാർഖണ്ഡ്, ഉത്തർപ്രദേശ്, ഉത്തരാഞ്ചലി, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഇതൊക്കെ വിഭജിച്ചാണ് മനസ്സിലായത്. തെലുങ്കാന ഇതേപോലെ ഉണ്ടായ സംസ്ഥാനമാണ് ന്യൂ സ്റ്റേറ്റിന്റെ ഭാഗമായിട്ട്. ഇനി ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റ്. ഇന്റർ സ്റ്റേറ്റ് അതായത് അന്തർ സംസ്ഥാന സംഘർഷത്തിലുണ്ടായിരുന്ന ഒന്ന് അതിർത്തി തർക്കം. അവർ തമ്മിലുള്ള പ്രശ്നമാണ് എന്തെന്ന് പറഞ്ഞാൽ ബോർഡർ ഡിസ്പ്യൂട്ട്, അതിർത്തി തർക്കം ഉണ്ടാവും. ഷെയറിംഗ് ഓഫ് റിവർ വാട്ടർ ഡിസ്പ്യൂട്ട്, അതായത് നമ്മൾ പറഞ്ഞ ഇവർ തമ്മിൽ എന്തായിരിക്കും, റിവർ, നദികൾ സ്വാഭാവികമായിട്ട് പങ്കിടുന്ന ഒരു വിഷയങ്ങൾ ഉണ്ടാവും. അതിലുണ്ടായിരുന്നാണ് ഒന്നാമത്തെ ബോർഡർ ഡിസ്പ്യൂട്ട് ആണ് കർണാടകയും മഹാരാഷ്ട്രയും തമ്മിലുള്ള ബോർഡർ ഡിസ്പ്യൂട്ട്. അവർ തമ്മിലുള്ള പ്രശ്നമുണ്ട്. അതായത് ബെൽഗാം എന്നുള്ള സ്ഥലത്ത്, ഏതായിരുന്നു ബെൽഗാം എന്നുള്ള സ്ഥലത്തിനാണ് ഇവരുടെ പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ മണിപ്പൂറും നാഗാലാൻഡും ഇതേപോലെ അതിർത്തി തർക്കമുണ്ട്. ഇനി വാട്ടറിന്റെ വിഷയമാണെങ്കിൽ ആ വാട്ടറിന്റെ വിഷയമാണ്, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ തമിഴ്നാടും കർണാടകയും തമ്മിൽ കാവേരി റിവറിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ്. അപ്പൊ ആ ഒരു സംഭവം. പിന്നെ മഹാരാഷ്ട്രയും ഗുജറാത്തും മധ്യപ്രദേശൊക്കെ ഇവർ തമ്മിലുള്ള നർമ്മദ റിവറിനുള്ള പ്രശ്നം. അപ്പൊ അങ്ങനെ ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റുകളും ഇതിലുണ്ടാവുന്ന സംഭവമാണ്. പിന്നെ സ്പെഷ്യൽ പ്രൊവിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജമ്മു കാശ്മീരിലൊക്കെ വിഷയമില്ലേ. അതേപോലെ നോർത്ത് ഈസ്റ്റേൺ ഭാഗം, വടക്കു കിഴക്കൻ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കാം. ഇനി വീണ്ടും പറയാണ് മക്കളെ, ഈ നോട്ട്സ്, മൈക്രോബിറ്റ്സുകൾ, ലൈവ് സ്റ്റഡി പ്ലാനുകൾ, ലൈവ് ലിങ്കുകൾ ഇതൊക്കെ വേണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. +1 സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ആ കമന്റ് ബോക്സിൽ ₹1 വേണ്ട മക്കളെ. +2 നമ്മൾ പറയുന്നല്ലേ, +2 എന്ന് പറഞ്ഞാൽ +1 നിങ്ങളെ കൃത്യമായിട്ട് നമ്മൾ എന്തായിരിക്കും പഠിപ്പിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പഠിപ്പിച്ചിരിക്കും, ഷുവർ ആണ്. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്താൽ മതി. ₹1 വേണ്ട, ഫ്രീ ആയിട്ട് നമ്മൾ ഇതൊക്കെ നിങ്ങൾക്ക് തരും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, കമന്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി എത്തും. അവിടേക്ക് ഞങ്ങൾ ഡെയിലി പ്ലാനുകൾ, എങ്ങനെ പഠിക്കണം, സ്റ്റഡി ടിപ്സുകൾ, കാര്യങ്ങളൊക്കെ തരും. ഓക്കെ, ഇനി റോൾ ഓഫ് ഗവർണർ ആൻഡ് പ്രസിഡന്റ് റൂൾ. റോൾ ഓഫ് ഗവർണർ ആൻഡ് പ്രസിഡന്റ് റൂൾ കേട്ടോ. എന്തൊക്കെയാണ് ഗവർണറുടെ പ്രസിഡന്റ് റൂളിന്റെ ഇത്? അതായത് ആ ഒരു സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ ഗവർണർ എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർ എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളതാണ് കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രസിഡന്റ് ആണ് ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത്. ആ കാര്യങ്ങൾ, പിന്നെ കേന്ദ്ര സംസ്ഥാന തമ്മിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കട്ടോ. ഇനി സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റിനേക്കാൾ കുറച്ചും കൂടി സ്ട്രോങ്. എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡൈവേഴ്സ് നാഷൻ, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് കുറെ എല്ലാ മതങ്ങളും, എല്ലാ ജാതികളും, എല്ലാ ഭാഷക്കാരും എല്ലാം കൂടി ഉൾപ്പെടുന്നതാണല്ലോ. അങ്ങനെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ കേന്ദ്ര സർക്കാർ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ എന്തോ ഒരു അധികാരമുണ്ട്, പവർ ഉണ്ട്. എന്തൊക്കെ അധികാരം എന്ന് പറഞ്ഞാൽ ന്യൂ സ്റ്റേറ്റ് വരെ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. അതായത് സ്റ്റേറ്റുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ രണ്ടായിട്ട് വിഭജിച്ചിട്ട് പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിർത്തികൾ ചേഞ്ച് ചെയ്യാൻ, ബൗണ്ടറീസ് ചേഞ്ച് ചെയ്യാൻ ഒരു സംസ്ഥാനത്തിന് പറ്റും. എന്തിന്, ഈവൻ നെയിം വരെ എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വരാം, സെൻട്രൽ ഗവൺമെന്റ് ഡയറക്റ്റ് അവിടെ കയറാനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കട്ടോ. അപ്പൊ ഇത്ര തന്നെയാണ് ഈ ചാപ്റ്റർ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മക്കൾ വീണ്ടും ഞാൻ പറയാണ്, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ, ക്രിസ്മസിന് വേണ്ടിയിട്ട് മാത്രം സ്പെഷ്യൽ ആയിട്ടുണ്ടാക്കിയ ഒരു സ്റ്റഡി ഗ്രൂപ്പാണ്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്യേണ്ടത് കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് എത്തിക്കാൻ പറ്റും. ഞാൻ 15 മിനിറ്റാണ് നിങ്ങൾ പറഞ്ഞ, 10 മിനിറ്റ് ആകുമ്പോഴേക്കും 9 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു, സെറ്റ് ആക്കിയിരിക്കുക. ഇനി ഓരോ ചാപ്റ്ററുകൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ 7ാമത്തെ കഴിഞ്ഞു, ഇനി അടുത്ത് 8, 9, 10 ഇങ്ങനെ നമ്മൾ ഇതായിരിക്കും വളരെ കുറഞ്ഞ മിനിറ്റിനുള്ളിൽ എങ്ങനെ സമ്മറൈസ് ചെയ്ത് പറയാം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കും. സെറ്റ് അല്ലേ മക്കളെ? ഹാപ്പി അല്ലേ? വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.